കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സീതാറാം യെച്ചൂരിയുടെ വിയോഗം രാജ്യത്തെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. സംഭവബഹുലമായൊരു ജീവിതമായിരുന്നു സീതാറാം യെച്ചൂരിയുടേത്. രാജ്യത്തെ സംഘപരിവാർ ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എന്നും കരുത്തു പകർന്ന നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. കോൺഗ്രസ് പ്രസ്ഥാനത്തെ രാജ്യത്തെ BJPക്കെതിരെ നിലനിർത്തി ദേശീയ ബദൽ എന്ന ആശയം ആദ്യം ഉയർത്തിയതും അത്തരമൊരു ബദൽ സംവിധാനം യാഥാർത്ഥ്യമാക്കുന്നതിനായി അഹോരാത്രം പ്രയത്നിച്ച നേതാവായിരുന്നു യെച്ചൂരി. കോൺഗ്രസിനെ തകർച്ചയിൽ നിന്നും അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുക എന്ന രാഷ്ട്രീയ നിലപാട് ശക്തമായി ഉന്നയിക്കുന്നതിലും ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ നിര കെട്ടിപ്പടുക്കുന്നതിലും എന്നും മുന്നിൽ നിന്ന രാഷ്ട്രീയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. മികച്ച പാർലമെന്റേറിയനായും തിളങ്ങിയ യെച്ചൂരി എന്നും സാധാരണ ജീവിതം നയിച്ചിരുന്ന ദേശീയ നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ യെച്ചൂരി 2015 നടന്ന പാർട്ടി കോൺഗ്രസിലാണ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. കണ്ണൂരിൽ 2022 നടന്ന പാർട്ടി കോൺഗ്രസിൽ 3ാം തവണയും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പാർട്ടി കോൺഗ്രസിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിപ്ലവ നായകന്റെ വിടവാങ്ങൽ. 1952 ഓഗസ്റ്റ് 12 തെലുങ്കു സംസാരിക്കുന്ന ആന്ധ്ര ബ്രാഹ്മണ ദമ്പതികളായ സർവേശ്വര സോമയാഞ്ജുല യെച്ചൂരിയുടെയും കൽപ്പാക്കത്തിന്റെയും മകനായി മദ്രാസിലായിരുന്നു ജനനം. അച്ഛൻ ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു. അമ്മ സർക്കാർ സർവീസിലായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹിയിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി. 1975 ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും എക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദം നേടി. പത്രപ്രവർത്തകയായ സീമ ക്രിസ്റ്റിയാണ് യെച്ചൂരിയുടെ ഇപ്പോഴത്തെ ഭാര്യ. പ്രശസ്ത വനിതാവകാശ പ്രവർത്തക വീണ മജുംദറിന്റെ പുത്രിയായിരുന്നു ആദ്യ ഭാര്യ. ആ വിവാഹത്തിൽ യെച്ചൂരിക്ക് ഒരു മകനും മകളുമുണ്ട്. യെച്ചൂരി സീമ ദമ്പതികൾക്ക് ഒരു മകനുണ്ട്. രാഷ്ട്രീയ ജീവിതം. 1974 SFIയിൽ ചേർന്നു. JNUവിലെ അദ്ദേഹത്തിന്റെ പഠനത്തിനിടയിലാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ഡോക്ടറേറ്റ് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അറസ്റ്റിലായി. ജയിൽ മോചിതനായ ശേഷം വീണ്ടും പഠനം തുടർന്നു. അതേ കാലയളവിൽ 3 തവണ യെച്ചൂരിയെ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 1978 SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി അതേ വർഷം തന്നെ SFI അഖിലേന്ത്യാ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി 1992 മുതൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളുടെ CPM തലവനും പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററും കൂടിയാണ് യെച്ചൂരി. വാൽമീകിയും നയതന്ത്രജ്ഞനുമായ യെച്ചൂരി നേപ്പാളിൽ മാവോയിസ്റ്റുകളെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനായി ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകൾ പ്രശംസാർഹമായിരുന്നു. നേപ്പാളിലെ പ്രമുഖ മാവോയിസ്റ്റ് നേതാക്കളായ പ്രചണ്ഡ, ബാബുറാം ഭട്ടറായി തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു യെച്ചൂരിക്ക്. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണ നയങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന നിരവധി രചനകൾ സീതാറാം യെച്ചൂരി നടത്തിയിട്ടുണ്ട്. ആഗോളവൽക്കരണ കാലത്തെ സോഷ്യലിസം എന്ന പുസ്തകം ഇതിന് മികച്ച ഉദാഹരണമാണ്. UPA ഭരണത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന ഹിമാലയൻ അഴിമതികളിൽ പലതും ആദ്യമേ തന്നെ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്നതിലും യെച്ചൂരി വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നു. ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയനായും സീതാറാം യെച്ചൂരി പ്രവർത്തിച്ചിരുന്നു.